എനിക്ക് ഇതേപോലെ നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ പെട്ടെന്ന് ഡിറ്റച്ച് ആയിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ഫേസ് ചെയ്ത് പോയത്. കാരണം സൂയിസൈഡ് എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ വരെ ഞാൻ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. എൻ്റെ ബിസിനസ് ഭയങ്കരമായിട്ട് തകർന്നു പോയി. എനിക്ക് ഭയങ്കരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു. എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി. എൻ്റെ കൂടെ നിന്നവർ വരെ നമ്മളെ ഒറ്റപ്പെടുത്തി. നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാതായപ്പോൾ ഒറ്റപ്പെടുത്തി പോയി. ഈ കഴിഞ്ഞ ദിവസം കൂടി ആക്ച്വലി ഞാനിത് ഫേസ് ചെയ്യേണ്ടതെന്നു. അതായത് എൻ്റെ അടുത്തൊരു വ്യക്തി ഓപ്പണായിട്ട് പറയണ്ടായി, നിങ്ങളുടെ കയ്യിലെ ക്യാഷ് കണ്ടുകൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത്, അല്ലാതെ നിങ്ങളെ പറ്റി നല്ലത് പറയുന്ന ഒരു വ്യക്തിയെ കാണിച്ചു തരാൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്തൊരു വ്യക്തി ചോദിക്കേണ്ടായി. സോ ഞാൻ നിങ്ങൾക്കൊക്കെ എന്താ ചെയ്തിരിക്കുന്നത്? ഞാൻ നിങ്ങളെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? നിങ്ങളെ ആരും ചീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ പലർക്കും സാമ്പത്തികമായിട്ടുള്ള ചിലപ്പോൾ ബുദ്ധിമുട്ടുകളിൽ ഞാൻ ഈ ക്രൈസിസ് വന്നതിന് ശേഷം ഞാൻ വന്നിട്ടുണ്ടാവാം, ഇല്ലേ? അതല്ലാതെ ഒരാളെ ഞാൻ പറ്റിക്കുക അല്ലെങ്കിൽ വേറൊരാളിത് ചെയ്യുക എൻ്റെ ബിസിനസ് പരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എനിക്കത് നന്നായിട്ട് അറിയാം. നിങ്ങളെക്കാളും നന്നായിട്ട് എൻ്റെ കുറവുകൾ മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ എവിടെയൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്, എവിടെയൊക്കെ എനിക്ക് എന്തൊക്കെ ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ തിരിച്ച് കയറാൻ ട്രൈ ചെയ്യുമ്പോൾ എന്നെ കാലെ പിടിച്ച് പിന്നെയും വലിച്ചു ചാടിക്കാൻ ട്രൈ ചെയ്യുന്ന കുറേ വ്യക്തികളെ എനിക്ക് ഈ കുറച്ച് നാളുകളോട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അതിനുശേഷം ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകാനായിട്ടോ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാനായിട്ടോ എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം എനിക്കറിയാം എൻ്റെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ എനിക്ക് ഇതിനെപ്പറ്റി ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ഇവനെ കൊണ്ടുപോകണം എന്നുള്ളത് എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം. നിങ്ങൾ ആരും ഇല്ലെങ്കിൽ പോലും എൻ്റെ ലൈഫിലോട്ടോ എൻ്റെ ഡ്രീമിലോട്ടോ എത്താനായിട്ട് എനിക്ക് നിങ്ങൾ ആരും കൂടി, കാരണം ഈ നിൽക്കുന്ന ഒരു വ്യക്തിത്വങ്ങൾ ആരും എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് എന്നെ കൂടെ നിന്ന ആൾക്കാരല്ല എന്ന് എനിക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റി. എന്നാൽ അതിലൊരു വിഭാഗം ആളുകളെ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവാം. അത് വിരലിലുണ്ടാവുന്ന ഒരു 6-7 പേരായിരിക്കും. ഓക്കെ, ഇതിൻ്റെ കൂടുതൽ വീഡിയോ ആക്ച്വലി ഞാൻ പറയാം. നല്ല ചൂടാണ്, ഞങ്ങളുടെ ഇവിടെ കറണ്ട് പോയേക്കുക. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ചൂടുണ്ട്. സോ ഞാൻ നന്നായിട്ട് വേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം.